അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ്റെ ഡിവൈസിൽ നിന്നുമുള്ള സൂര്യപ്രകാശമായിട്ട് കത്തിക്കരിഞ്ഞ് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രാക്കുളയാണെങ്കിൽ നീ ശരിക്കും ബ്രൂസ് വെയിൻ അല്ലേ എന്ന് ബാറ്റ്മാനോട് ചോദിച്ചതും താൻ ബ്രൂസ് വെയിൻ അല്ല എന്നും താനാണ് ബാറ്റ്മാൻ എന്ന് ഡ്രാക്കുളയോട് ബാറ്റ്മാൻ പറഞ്ഞ് ഡ്രാക്കുളയുടെ മുന്നിൽ നിന്ന് ബാറ്റ്മാൻ മാറിയതും അപ്പോൾ തന്നെ ആ ഡിവൈസിൽ നിന്നുമുള്ള സൂര്യപ്രകാശം മുഴുവനായിട്ട് ഡ്രാക്കുള കത്തിക്കരിഞ്ഞ് ഒരു അസ്ഥികൂടമായി മാറുകയാണ്. അന്നേരം തന്നെ ബാറ്റ്മാൻ ചാടിച്ചെന്ന് അസ്ഥികൂടത്തിനിട്ട് ഒരു ഇടി അങ്ങ് വെച്ച് കൊടുത്തതും അസ്ഥികൂടം പല പീസാവുകയാണ്. അതേസമയം ഡ്രാക്കുള ഇല്ലാതായതുകൊണ്ട് അവിടെ വിക്കിവേലിനെ പിടിക്കുവാനായി ഓടിക്കൊണ്ടിരിക്കുന്ന പെൻഗ്വിൻ ഡ്രാക്കുളയുടെ ഹിപ്നോട്ടൈസിൽ നിന്നും പുറത്തു വന്ന് പഴയതുപോലെ ആവുകയാണ്. മാത്രമല്ല നേരത്തെ വിക്കിവേലിൻ്റെ പുറകെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ ആ ഓട്ടപ്പെടുത്തതിനിടയിൽ അവിടെ മറിഞ്ഞു വീണ് പൊട്ടിപ്പോയ ഒരു ശവപ്പെട്ടിയുടെ ഉള്ളിൽ നിന്നും കുറേ സ്വർണവും പണവും അവിടെ വീണ് കിടക്കുന്നത് ഇപ്പോൾ കണ്ട പെൻഗ്വിൻ ഉടനെ ഇതാണ് ആ നിധി എന്നും പറഞ്ഞ് ആ നിധിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ നിധി കയ്യിലെടുത്ത് സന്തോഷിച്ചതും പെട്ടെന്ന് അവിടെ നേരത്തെ വേമ്പയറായി മാറിയിട്ട് ഇപ്പോൾ പഴയതുപോലെ ആയ 2 പോലീസ് വന്ന് പെൻഗ്വിനെ അറസ്റ്റ് ചെയ്യുകയാണ്. മാത്രമല്ല പിന്നീട് ഈ പെൻഗ്വിനാണ് ഈ നിധി ഒറ്റയ്ക്ക് അടിച്ചു മാറ്റി സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുവാനായി എല്ലാവരെയും ഹിപ്നോട്ടൈസ് ചെയ്ത് തട്ടിക്കൊണ്ടുപോയി നഗരത്തിലുള്ള ആളുകളെ എല്ലാം പേടിപ്പിച്ചതെന്നും ബാറ്റ്മാൻ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും പോലീസും ജനങ്ങളും വിശ്വസിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഡ്രാക്കുള ചെയ്ത കുറ്റങ്ങളെല്ലാം നമ്മുടെ പെൻഗ്വിൻ്റെ തലയിലായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാറ്റ്മാൻ ആണെങ്കിൽ ഡ്രാക്കുളയുടെ കയ്യിൽ നിന്നും ജനങ്ങളെ രക്ഷിച്ചിരിക്കുകയുമാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.